ഒട്ടുതിരിഞ്ഞാൽ അച്ഛൻ, വടക്കോട്ടു തിരിഞ്ഞാൽ അമ്മ. മുറ്റത്തും തൊടിയിലും അയ്യോ വല്ലക്കാരാണ് ഈ നരകങ്ങൾക്കിടയിൽ നിന്നിവിടെ പോകും ഞാനിത് കഴിശം. ഫോണെടുത്തു ചെവിയിൽ വെച്ച് കുറുകുറുകെ കൊഞ്ചുമിളം തലമുറയിലെ മക്കളെ ഒന്നു കേൾക്കണം. ഇതു വിവരം കേട്ടൊരു പെണ്ണിൻ കഥയല്ല, നല്ല തറവാട്ടിലെ അമ്മ പെറ്റ നന്നായി പഠിക്കുന്ന സുന്ദരിയം പെൺമണിയുടെ കഥയാണ്. പാട്ടും പാടി നടന്നൊരു പെണ്ണ്, തോട്ടിലെ നീരിൽ പരക പോലിയ പെണ്ണ്, നട്ടും പുറത്തുകാരി പ്രായം തികഞ്ഞിട്ടില്ല. പിന്നെ ഒരിക്കൽ നഗരത്തിലെ ഫ്ലാറ്റിലവളും കുടുംബവും പൊറുതി മാറ്റി. നഗരം മതിക്കും യുവനവരെയും നഗരം. അച്ഛനെന്നും ബിസിനസ് മാത്രം, വല്ലപ്പോഴെങ്ങാനും വീട്ടിലെത്തുമ്പോഴ സ്നേഹത്തിനായവൾ ഓടിയെത്തും. പക്ഷേ ഉടുത്തൊരുങ്ങി ചായം പൂശി, ഉടുത്തൊരുങ്ങി ചായം പൂശി ക്ലബിൽ പോകുമൊരമ്മ, നിത്യം ഫോണിൽ കൊഞ്ചുമൊരമ്മ, അവളോട് മിണ്ടുവാരുമില്ല. പൽവക്കിടാവിവൾ സ്നേഹവാത്സല്യത്തിൻ പൂനിലാവിൽ ഒരു സെൽഫോണിൽ മിഠായി നൽകി. ഫോണിലൊരാളോട് കൊഞ്ചിപ്പറഞ്ഞവൾ മായാലോകത്തിലാണ്ടുപോയി. ഒരിക്കലവളെ കൊണ്ടൊരു 3 സ്റ്റാർ ഹോട്ടലിൽ മുറിയിലെത്തി. മധുരം പറഞ്ഞു, അവൾ അറിയാതെ മയക്കത്തിൽ അമർന്നു പോയി. ആരും അറിയാതെ ഓടി പകർത്തി പഞ്ചദുഷ്ടൻ. ഇന്റർനെറ്റ് എന്ന പെരുമ്പലയ്ക്കുള്ളിലാ പാവം പെണ്ണിന്റെ തളിർനേരി കുരുങ്ങി. പിന്നെയൊരു നാൾ കള്ളക്കാവുക നമ്മയ്ക്കയച്ചത് നഗ്ന ചിത്രം. മദ്രാസത്തിൽ അച്ഛൻ കണ്ടതും സ്വന്തം മകളുടെ നഗ്ന ചിത്രം. മാധ്യമങ്ങളാഘോഷമാക്കി പെണ്ണിന്റെ ചിത്രം മുൻപേജിൽ അച്ചടിച്ചു. അപമാന ഭാരത്താലാകെ തകർന്നവൾ കലറി വരുന്നൊരു തീവണ്ടി തന്നിൽ ചാടിയത്രേ. ഇതറിത്തെറിച്ചൊരി തളിർനേരി ഇന്നു തീർക്കുന്നില്ലേ ആ മാത്രമേ. എല്ലാ വിപത്തിനും കാരണമീ ശാപം. ഇവനെ ചങ്ങലക്കിട്ടില്ലെങ്കിൽ നാടിൻ നന്മയ്ക്കും നാശം. അമ്മയും അച്ഛനും ആദ്യം നന്നായെങ്കിൽ ഇനിയൊരു കുഞ്ഞും പിഴയ്ക്കുകയില്ല. നല്ല മക്കളെ വാർത്തെടുക്കാൻ തമ്മിൽ സ്നേഹം പകർന്നു നൽകൂ. വീട്ടിൽ സ്വർഗം പണിതുയർത്തൂ, വീട്ടിൽ സ്വർഗം പണിതുയർത്തൂ.